പ്ലാസ്റ്റിക് പേപ്പറുകൾ ധാരാളമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് എക്കോ ഫ്രണ്ട്ലി പേപ്പർ മാനുഫാക്ചറിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. വേസ്റ്റ് പേപ്പർ, ബനാന ഫൈബർ, എലിഫന്റ് ഡങ്ക് തുടങ്ങിയവയിൽ നിന്നൊക്കെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് റൈറ്റിംഗ് പേപ്പർ, അതുപോലെ തന്നെ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പർ, കറി ബാഗ്സ്, നോട്ട്ബുക്സ്, ഫയൽസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, പാക്കിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവയൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ ആരംഭിക്കാമെന്നും ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാമെന്നും എത്ര ഇൻവെസ്റ്റ്മെന്റ് ആകുമെന്നും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. എക്കോ ഫ്രണ്ട്ലി പേപ്പർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇതിന് നല്ല ഡിമാൻഡ് തന്നെയാണുള്ളത്. സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും സ്റ്റേഷനറി സ്റ്റോർസിലും ബുക്ക് ഷോപ്സിലും ഗിഫ്റ്റ് ഷോപ്സിലും എല്ലായിടത്തും ഇതിന്റെ ആവശ്യകതയുണ്ട്. ഇതുകൊണ്ടുള്ള വർക്ക് ബുക്കുകൾക്കും നോട്ട് പാഡുകൾക്കും ആൻസർ ഷീറ്റുകൾക്കും ഡ്രോയിങ് പേപ്പറുകൾക്കും ഒക്കെ നല്ല ഡിമാൻഡാണുള്ളത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് മെയ്ഡ് പേപ്പറുകളും ഫയലുകളും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. മാരേജുകൾക്കും സെമിനാറുകൾക്കും കോർപ്പറേറ്റ് ഇവന്റ്സിനും എല്ലാം ഇതുകൊണ്ടുള്ള എക്കോ പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കാർഡ്, ഇൻവിറ്റേഷൻ ഷീറ്റ്സ് എന്നിവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ, ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിവിധ തരം ബ്രാൻഡുകൾ കാണാൻ പറ്റും. ധാരാളമായിട്ട് ഈ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിവിധ റേറ്റുകളിലാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്നതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബനാന ഫൈബറും എലിഫന്റ് ഡങ്കും വേസ്റ്റ് കോട്ടൺ ക്ലോത്തും ടെക്സ്റ്റൈൽ സ്ക്രാപ്പും അതുപോലെ യൂസ്ഡ് പേപ്പേഴ്സും ഒക്കെയാണ്. വാഴത്തണ്ടിൽ നിന്നും ഫൈബർ എക്സ്ട്രാക്ഷൻ നടത്തിയതിനു ശേഷം നമുക്ക് പൾപ്പും എക്കോ പേപ്പർ ഷീറ്റും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വാഴ വെട്ടുന്ന ശേഷം ബാക്കിയുള്ള തണ്ടുകൾ നിങ്ങൾക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ്. ലോക്കൽ ഫാമുകളൊക്കെ സന്ദർശിച്ച ശേഷം അവിടെ നിന്ന് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. അതുപോലെ പഴയ പുസ്തകങ്ങളും ആൻസർ ഷീറ്റുകളും ന്യൂസ് പേപ്പറുകളും എല്ലാം പൾപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആനപ്പിണ്ടത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൾപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് സൂവിൽ നിന്നോ ഇത്തരത്തിൽ ആനയെ വളർത്തുന്നവരിൽ നിന്നോ ഒക്കെ ശേഖരിക്കാൻ സാധിക്കും. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ചില മെഷീനുകൾ ആവശ്യമാണ്. പൾപ്പിംഗ് മെഷീൻ, അതുപോലെ തന്നെ ബീറ്റർ മെഷീൻ, അതുപോലെ തന്നെ മോൾഡ് മെഷീൻ, ഹൈഡ്രോളിക് പ്രസ് മെഷീൻ, ഡ്രൈയിങ് റാക്സ്, കട്ടിംഗ് മെഷീൻ തുടങ്ങിയ മെഷീനുകൾ ഇതിന് ആവശ്യമാണ്. ഇതിന്റെ ചെലവ് പറയാം. ഒരു ഏകദേശ കണക്കാണ് ഈ പറയുന്നത്. പൾപ്പിംഗ് മെഷീന് ഏകദേശം 75,000 രൂപ വരും. ബീറ്റർ മെഷീന് 60,000 രൂപയോളം വില വരും. അതുപോലെ തന്നെ മറ്റ് മെഷീൻ്റെ വിലകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം കൂടി ഏകദേശം നിങ്ങൾക്ക് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ ഏകദേശ ചിലവ് വരും. ഇപ്പോൾ ഈ മെഷീനുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മെഷീൻ്റെയും പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെഷീനുകളുടെ റേറ്റുകളൊക്കെ അവിടെ വരും. ധാരാളം വില കുറഞ്ഞവയുമുണ്ട്, വില കൂടിയവയുമുണ്ട്. അത് ഓട്ടോമാറ്റിക്, മാനുവൽ, അങ്ങനെ പലതരത്തിലുള്ള മെഷീനുകളായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് നിങ്ങൾക്കൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ റൂം ഉണ്ടായിരിക്കണം. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം, GST എടുക്കണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, ഫാക്ടറി രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ലോക്കൽ പഞ്ചായത്ത് ലൈസൻസുകളും ട്രേഡ് മാർക്ക് ലൈസൻസും ഒക്കെ നിങ്ങൾക്ക് വേണം. ഇതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് നിങ്ങൾ ഇതുപയോഗിച്ച് ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റുകളാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ബൈ പ്രോഡക്റ്റുകൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റുകളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് വരുന്നത്. കുറഞ്ഞത് നിങ്ങൾക്ക് 50,000 രൂപ വരെ മാസത്തിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത്. നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലും കോളേജിലും എക്കോ ഷോപ്പുകളിലും ഹാൻഡിക്രാഫ്റ്റ് സ്റ്റോറുകളിലും ഗിഫ്റ്റ് ഷോപ്പുകളിലും എല്ലായിടത്തും നിങ്ങൾക്കത് സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ്. ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.